Hi all, it's me the Nomadic Engineer. Nomadic Engineer എന്നൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വർത്ത് ഫോർ മണി പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ആ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് കാറൊക്കെ ഈസി ആയിട്ട് കഴുകാനുള്ളൊരു ബാറ്ററി കാർ വാഷാണിത്. എനിക്കിത് വർത്ത് ഫോർ മണി ആണെന്ന് തോന്നിയത് കൊണ്ട് നിങ്ങളെന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇത് വെറും 2800 രൂപ വിലയുള്ള ഒരു ബാറ്ററി കാർ വാഷാണ്. സോ ഇതിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് നമുക്ക് ആദ്യം ചെയ്യാം. അൺബോക്സിങ് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി ആകെ അലമ്പായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകുമല്ലേ വണ്ടി നമ്മൾ? അതാണ്. ഇതിനകത്ത് നോർമലി ഇതിൻ്റെ ഒരു ട്യൂബ് വരുന്നുണ്ട്. പിന്നെ 2 ബാറ്ററിയാണ് നമുക്ക് വരുന്നത്. പിന്നെ മെഷീൻ ഇതാണ്. ആക്ച്വലി മെഷീൻ സിമ്പിളാണ്. ഒരു പ്ലാസ്റ്റിക് അത്ര ക്വാളിറ്റി ഇല്ലെങ്കിലും ബട്ട് സ്റ്റിൽ ഓക്കെ. ഇതിൻ്റെ ചാർജറുണ്ട്. ഇതിൻ്റെ ഫോം വരാനായിട്ടുള്ള ഒരു സാധനമുണ്ട്. പിന്നെ ഇതിൻ്റെ ഫിൽറ്റർ, ഇതിൻ്റെ നോസിൽ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയാലോ. ഇതാണ് കാർ വാഷിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള ഗൺ. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു നോസിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ നോസിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നോസിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് ജസ്റ്റ് തിരിച്ച് കയറ്റിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ബാറ്ററിയാണ് ഇതിൻ്റെ സെറ്റ് ചെയ്യാനുള്ളത്. ബാറ്ററി ഈസിയാണ് സെറ്റ് ചെയ്യാനായിട്ട്. ബാക്കിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇപ്പോൾ ബാറ്ററി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കിനി അടിച്ചു നോക്കാം, വെള്ളം അടിച്ചു നോക്കാം. അപ്പോൾ വെള്ളം നമ്മളിത് പമ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിന് കുറച്ച് 2 സാധനങ്ങളൂടെ കണക്ട് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഒരു ഫിൽറ്റർ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഹോസ് ഉണ്ട്. ഈ ഹോസും ഫിൽറ്ററും കൂടി ഇതിനകത്തൊന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ അതുകൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ട്യൂബിൻ്റെ 2 എൻഡിലായിട്ട് ഒരു എൻഡിൽ ഇതിൽ കണക്ട് ചെയ്യാനുള്ള ഒരു പാർട്ടും ഒരു എൻഡിൽ ഫിൽറ്ററും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സിമ്പിളായിട്ട് ഇതിനകത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിത് വെള്ളത്തിലിട്ട് ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇത് നമ്മളെ വെള്ളത്തിട്ടെ. ഇത് പിടിച്ചോ, ഡിപ്പ് ചെയ്ത് പിടിച്ചോ. അങ്ങനെ പിടിച്ചോണ്ടിരുന്നോ. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ വർക്ക് ചെയ്യുവാണ്. വർക്ക് ചെയ്യുന്നു. അത്യാവശ്യം നല്ല പ്രഷർ തന്നെയാണ് ഇതിനുള്ളത്. കണ്ടോ, ഇത് പോയിന്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കണ്ടോളൂ. അപ്പോൾ ഇത് കുറച്ചും കൂടെ വിട്ടിലേക്ക് നമുക്ക് കാറൊക്കെ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ വൈറ്റ് സാധനമാണ്. നമുക്കിത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയാലോ. ഇതും കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും വിട്ടിൽ വരെ വരുന്നുണ്ട്. ഫോഴ്സ് ഒരുപാടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമുക്കൊരു കാർ ഇതുകൊണ്ട് വാഷ് ചെയ്യാമെന്ന് തോന്നുന്നു. ഇവിടെ നമുക്കിതിൻ്റെ ഒരു ഫോം ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഫോം ബോട്ടിൽ നമ്മൾ ഷാമ്പു ഫില്ല് ചെയ്തിട്ടുണ്ട്. ഷാമ്പു ഫ്രണ്ടിലത്തെ നോസിൽ നമ്മൾ ഊരിയിട്ട് അവിടെ സെറ്റ് ചെയ്തിരിക്കുവാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വണ്ടി ഫുള്ള് നല്ല ഷാമ്പു ഇടാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ മാനുവലി ഷാമ്പു ഇടുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വെച്ചിട്ട് ഈ കാർ ഫുള്ളൊന്ന് വാഷ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രോസ് ആൻഡ് കോസ് എല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. ഇത് വർത്തായിട്ടുള്ളൊരു സാധനമാണെന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ നമുക്കിത് ഫുള്ള് വാഷ് ചെയ്തിട്ട് നമുക്കതിൻ്റെ അഭിപ്രായം കറക്റ്റായിട്ട് പറയാം. അങ്ങനെ ഇവിടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടതേ ഉണ്ടയില്ലാതെ തോക്കും കൊണ്ട് ഞാൻ നിൽക്കുവാണ്. ആകെ കുഴഞ്ഞു. വണ്ടി കുട്ടപ്പനായെന്ന് വിചാരിക്കുന്നു. നമ്മൾ നോർമൽ കറണ്ട് വഴി ഉപയോഗിക്കുന്ന കാർ വാഷുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇതിൻ്റേതായ ഒരു പ്രവർത്തനമുണ്ട്. 2800 രൂപയാണ് വില. അതും ചൈന പ്രോഡക്റ്റാണ്. ബാറ്ററി വഴി വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് നോക്കുമ്പോൾ ഇതിന് അതിൻ്റേതായ മെച്ചമുണ്ട്. അത്ര പ്രഷറില്ല, പ്രഷർ കുറവാണ്. ബട്ട് ഒരു കാറ് നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രഷർ അത്യാവശ്യത്തിനുണ്ട്. എനിവേ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇത് 2800 രൂപയ്ക്ക് വർത്താണെന്നാണ് നൊമാഡിക് എഞ്ചിനീയറുടെ അഭിപ്രായം. സോ ബാക്കി നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, മേടിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷൻ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ശുഭം.